നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം. നാരായണ. നാരായണ. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്ര മരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ
ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. രാവിലെ തൊട്ട് തൊണ്ടയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടായിരിക്കണം. ജലദോഷത്തിൻ്റെ ഒരു സൂചന. അല്പം തൊണ്ടയടപ്പും തൊണ്ട ചെറിയ വേദനയുണ്ട്. സാരമില്ല. ചുക്കുവെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ചുക്ക് കഷായമാണ് കുടിച്ചത് വന്നപ്പോൾ. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ നിർബന്ധം കൊണ്ട്. ഒരു രാജവംശത്തിലെ അരിയിട്ട് വാഴ്ച, അത് വളരെ കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിരുന്നു. അന്യം നിന്നുപോയ ഒരു കോവിലകം. അതിൻ്റെ പുനരുദ്ധാരണം എന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാട് കാവൽപ്പാട് ശങ്കരോടത്ത് കോവിലകം എന്ന പേരിൽ അവരുടെ പാരമ്പര്യമെല്ലാം അവർ ഇപ്പോൾ തപ്പിയെടുത്ത് അതിൻ്റെ ശരിയായിട്ടുള്ള സമ്പ്രദായ പ്രകാരം ഒരു രാജകീയമായിട്ടുള്ള ചടങ്ങായിരുന്നു അരിയിട്ട് വാഴ്ച ചടങ്ങ്. അതിൽ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മളെ നിർബന്ധമായിട്ടും ക്ഷണിച്ചിരുന്നു. നമ്മുടെ ഒരു അനുജനെ പോലെയാണ് ഇപ്പോൾ സ്ഥാനമെടുത്തിട്ടുള്ള, പണ്ട് ഉണ്ണിയമ്പോറ്റി എന്ന് അദ്ദേഹത്തെ പറയും, ഇന്ന് മാനവേദവർമ്മ യോഗീശ്വരൻ എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ. കാരണം അവിടെ ഒരു ക്ഷേത്ര സമുച്ചയമാണ്, നാഗങ്ങളുടെ ക്ഷേത്രമാണ് പ്രധാനമായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടി മണ്ണാറശാല പോലെയുള്ള ഒരു സ്ഥാനമാണ്. അപ്പോൾ ആ കുട്ടിയെ അനുഗ്രഹിക്കാൻ വേണ്ടി ചെന്നു. കഴിഞ്ഞ് വന്നു. ഞങ്ങൾ പാലക്കാടുള്ള ആശ്രമങ്ങളിലെ സന്യാസിമാർ 6-7 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം വന്നു. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു 11:30 ക്ലാസ് എടുക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ വന്നു. നോക്കാം, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് വായിച്ച് നോക്കാം കുറച്ച്. അപ്പം അറിയാം. ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിർത്താം. നിങ്ങൾക്ക് കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്താം. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശബ്ദം അധികം പുറത്തേക്ക് വരുന്നില്ല. നമ്മുടെ
സ്വാഭാവികമായിട്ട് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. സ്ട്രെയിൻ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട് അത് പറയുക. കേൾക്കാൻ സുഖമുണ്ടെങ്കിൽ കേട്ടോളൂ, ഇല്ലെങ്കിൽ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അയ്യോ പാവം സ്വാമിജി എന്ന് തോന്നുകയാണെങ്കിൽ പറഞ്ഞോളൂ, നിർത്താം. നാരായണ. ശ്രീമദ് ഭാഗവതം കേൾക്കാം അല്ലേ? നന്നായി കേൾക്കാം. കുറച്ച് നോക്കാം, നമുക്ക് കുറച്ച് നേരം നോക്കാം. ഒരു 11:45 12:30 വരെ എടുക്കാൻ പറ്റുമോ നോക്കാം. നോക്കാം, മുടക്കാതെ നോക്കാം. നാളേക്ക് ശരിയാവുമെന്ന് വിചാരിക്കണം. അത്ര വലിയ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. കുറച്ച് നേരം നോക്കാം. ഇന്ന് നോക്കിയിട്ട് നാളെ വേണ്ടി വന്ന റെസ്റ്റ് ഞാൻ അനൗൺസ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം. നാളേക്ക് വയ്യാ തോന്നിയാൽ റെസ്റ്റ് അനൗൺസ് ചെയ്യാം. കുറച്ച് നേരം നോക്കാം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 22-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ 14 ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചു. തുടർന്നുള്ളതാണ് കാണേണ്ടത്. നോക്കാം, നമുക്ക് വായിക്കാം. കുറച്ച് നോക്കട്ടെ, കുറച്ച് വായിച്ച് നോക്കട്ടെ, അപ്പം അറിയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ തൃതീയസ്കന്ധേ 22-തമോऽധ്യായः. മൈത്രേയ ഉവാച. ഏവമാവിഷ്കൃതാശേഷഗുണകർമ്മോദയോ മുനിം സവ്രീഡൈവതം സമ്രാട് ഉപാരതം ഉവാചഃ. മനുരുവാച. ബ്രഹ്മാസൃജത് സ്വമുഖതോ യുഷ്മാൻ ആത്മപരീപ്സയാ ഛന്ദോമയസ്തപോ വിദ്യായോഗയുക്താൻ അലംബടാൻ തൽത്രാണായാസൃജാസ്മാൻ ദോസഹസ്രാത് സഹസ്രപാത് ഹൃദയം തസ്യ ഹി ബ്രഹ്മ ക്ഷത്രമംഗം പ്രചക്ഷത്തെ അതോ ഹ്യന്യോന്യമാത്മാനം ബ്രഹ്മ ക്ഷത്രം ച രക്ഷതഃ രക്ഷതി സ്മ അവ്യയോ ദേവഃ സ യഃ സദസദാത്മകഃ തവ സന്ദർശനാദേവ ഛിന്നാ മേ സർവസംശയാഃ യൽ സ്വയം ഭഗവാൻ പ്രീത്യാ ധർമ്മമാഹ നിരക്ഷിഷോഃ ദിഷ്ട്യാ മേ ഭഗവാൻ ദൃഷ്ടോ ദുർദർശോ യോ അകൃതാത്മനാം ദിഷ്ട്യാ പാദരജസ്പൃഷ്ടം ശീർഷ്ണാ മേ ഭവതഃ ശിവം ദിഷ്ട്യാ ത്വയാനുശിഷ്ടോഹം കൃതശ്ചാനുഗ്രഹോ മഹാൻ അപാവൃതൈകർണരന്ധ്രൈർജുഷ്ടാ ദിഷ്ട്യോഷധീർഗിരഃ സ ഭവാൻ ദുഹിതൃസ്നേഹ പരിക്ലിഷ്ടാത്മനോ മമ ശ്രോതുമർഹസി ദീനസ്യ ശ്രാവിതം കൃപയാ മുനി പ്രിയവ്രതോത്താനപദോഃ സ്വസേയം ദുഹിതാ മമ അന്വിച്ഛതി പതിം യുക്തം വയശീലഗുണാദിഭിഃ യഥാ തു ഭവതഃ ശീലശ്രുതരൂപവയോ ഗുണാൻ അസൃണോത് നാരദാത് ഏഷാ ത്വയ്യാസീത് കൃതനിശ്ചയാ തൽപ്രതീച്ഛ ദ്വിജാഗ്രേ മാം ശ്രദ്ധയോപഹൃതാം മയാ സർവാത്മനാനുരൂപാം തേ ഗൃഹമേ ദിഷു കർമ്മസു ഉദ്യതസ്യ ഹി കാമസ്യ പ്രതിവാദോ ന ശസ്യത്തെ അഭിനിർമുക്തസംഗസ്യ കാമരക്തസ്യ കിം പുനഃ യ ഉദ്യതം അനാദൃത്യ കീനാശം അഭിയാചത്തെ ക്ഷീയതേ തദ്യശസ്ഫീദം മാനശ്ചാവജ്ഞയാ ഹതഃ അഹം ത്വാ ശൃണവം വിദ്വൻ വിവാഹാർത്ഥം സമുദ്യതം അതസ്ത്വം ഉപകുർവാണഃ പ്രത്താം പ്രതിഗൃഹാണ മേ. ഋഷിരുവാച. ബാഡം ഉദ്വോടുകാമോഹം അപ്രത്താ ച തവാത്മജ ആവയോരനുരൂപോऽസൗ ആദ്യോ വൈവാഹികോ വിധിഃ കാമസ്സ ഭൂയാത് നരദേവതേ സ്യാഃ പുത്ര്യാ സമാം മനായ വിധൗ പ്രതീതഃ
കയേവ തേ തനയാം നാദ്രിയേത സ്വയൈവ കാന്ത്യാ ക്ഷിപതീമിവ ശ്രിയം യാം ഹർമ്മ്യപൃഷ്ഠേ ക്വണദംഗ്രിശോഭാം വിക്രീഡതീം കന്ദുകവിഹ്വലാക്ഷീം വിശ്വാവസുർണ്യപതത്സ്വാദ്വിമാനാത് വിലോക്യ സമ്മോഹവിമൂഢചേതാഃ താം പ്രാർത്ഥയന്തീം ലലനാലലാമമാസേവിതശ്രീചരണൈരദൃഷ്ടാം വത്സാം മനോരുച്ചപദസ്വസാരം കോ നാനുമന്യേത ബുധോഭിയാതാം അഥോ ഭജിഷ്യേ സമയേന സാധ്വീം യാവത്തേജോ ബിഭ്രിയാദാത്മനോ മേ അഥോ ധർമാൻ പാരമഹംസ്യ മുക്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ വിഹിംസ്രാൻ യതോ ഭവൽ വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യത്തെ യത്ര ച വാവതിഷ്ഠത്തെ പ്രജാപതീനാം പതിരേഷ മഹ്യം പരം പ്രമാണം ഭഗവാനനന്ദഃ. മൈത്രേയ ഉവാച സ ഉഗ്രധന്വൻ യദേവാബഭാഷേ ആസീച്ച തൂഷ്ണീമരവിന്ദനാഭം ദിയോപഗൃണ്ണൻ സ്മിതശോഭിതേന മുഖേന ചേതോലുദുഭേ ദേവഹൂത്യാഃ സോനുജ്ഞാത്വാ വിവസിതം മഹിഷ്യാതു ഹി ദുസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദദൗ തുല്യാം പ്രഹർഷിതഃ ശതരൂപാ മഹാരാജ്ഞീ പാരിബർഹാൻ മഹാധനാൻ ദമ്പത്യോഃ പര്യദാത് പ്രീത്യാ ഭൂഷാവാസപരിച്ഛദാൻ പ്രത്താം ദുഹിതരം സമ്രാട് സദൃക്ഷായ ഗതവ്യതഃ ഉപഗുഹ്യ ച ബാഹുഭ്യാം ഔത്കണ്ഠ്യോന്മദിതാശയഃ അശക്നുവൻ തദ്വിരഹം മുഞ്ചൻ ബാഷ്പകലാം മുഹുഃ ആസിഞ്ചദംബവത്സേതി നേത്രോദൈർദുഹിദുഷികാഃ ആമന്ത്രിതം മുനിവരം അനുജ്ഞാതഃ സഹാനുഗഃ പ്രതസ്തേ രഥമാരുഹ്യ സഭാര്യ സ്വപുരം നൃപഃ ഉഭയോർ ഋഷികുല്യായാഃ സരസ്വത്യാസുരോദസോഃ ഋഷീണാം ഉപശാന്താനാം പശ്യൻ ആശ്രമസമ്പദഃ. തമായാം ദമഭിപ്രേത്യ ബ്രഹ്മാവർത്താത് പ്രജാഃ പതിം ഗീതസംസ്തുതിവാദിത്രൈഃ പ്രത്യുദീയുഃ പ്രഹർഷിതാഃ. ബർഹിഷ്മതീ നാമ പുരീ സർവസമ്പൽ സമന്വിതാ ന്യപതൻ യത്ര രോമാണി യജ്ഞസ്യാംഗം വിദുന്വതഃ. കുശാകാശാസ്തയേവാസൻ ശശ്വത് ഹരിതവർച്ചസഃ ഋഷയോ യൈഃ പരാഭാവ്യ യജ്ഞഘ്നാൻ യജ്ഞമീജിരേ. കുശകാശമയം ബർഹിഃ ആസ്തീര്യ ഭഗവാൻ മനുഃ അയജത് യജ്ഞപുരുഷം ലബ്ധ്വാ സ്ഥാനം യതോ ഭുവം. ബർഹിഷ്മതീം നാമ വിഭുഃ യാം നിർവിശ്യ സമാവസത് തസ്യാം പ്രവിഷ്ടോ ഭവനം താപത്രയവിനാശനം. സഭാര്യ സപ്രജക്കാമാൻ ബുഭുജേ അന്യാവിരോധതഃ സംഗീയമാനസൽകീർത്തിഃ സസ്ത്രീഭിഃ സുരഗായകൈഃ പ്രത്യൂഷേഷു അനുബദ്ധേന ഹൃദാ ശൃണ്വൻ ഹരേ കഥാഃ. നിഷ്ണാതം യോഗമായാസു മുനിം സ്വായംഭുവം മനും യദാ ഭ്രംശയിതും ഭോഗാനശേ ഗുരുഭഗവൽ പരം അയാതയാമാസ്തസ്യാസൻ യാമാ സ്വാന്തരയാപനാഃ. ശൃണ്വതോ ധ്യായതോ വിഷ്ണോഃ കുർവതോ ബ്രുവതഃ കഥാഃ. സ ഏവം സ്വാന്തരം നിന്യേ യുഗാനാം ഏകസപ്തതിം വാസുദേവ പ്രസംഗേന പരിഭൂതഗതിത്രയഃ. ശാരീരാ മാനസാ ദിവ്യാ വയ്യാസേയേ ച മാനുഷാഃ ഭൗതികാംശ്ച കഥം ക്ലേശാ ബാധന്തെ ഹരിസംശ്രയം. യഃ പൃഷ്ടോ മുനിഭിപ്രാഹ ധർമാൻ നാനാവിധാൻ ശുഭാൻ നൃണാം വർണ്ണാശ്രമാണാം ച സർവഭൂതഹിതഃ സദാ. ഏതത്ത ആദിരാജസ്യ മനോശ്ചരിതമത്ഭുതം വർണ്ണിതം വർണ്ണനീയസ്യ തദപത്യോദയം ശൃണു. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ദ്വാവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ.
ഇന്നലെ നമ്മൾ കണ്ടത് 22-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം 14 ശ്ലോകങ്ങൾ കണ്ടു. അതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ കർദമ പ്രജാപതി തൻ്റെ ആശ്രമത്തിലേക്ക് വന്ന സ്വയംഭൂ മനു എന്ന ചക്രവർത്തിയെ അതിഥി ദേവോ ഭവ എന്ന ധർമ്മപ്രകാരം വിധിയാമണ്ണം സ്വീകരിച്ച് അദ്ദേഹത്തോട് കുശല പ്രശ്നങ്ങളെല്ലാം ചെയ്ത ശേഷം വന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് പറയൂ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാൻ ആരംഭിച്ചതാണ് 22-ാം അധ്യായം. തന്നെ പ്രശംസിച്ചതിൽ ലജ്ജിതനായിക്കൊണ്ടാണ് ആ രാജാവ് മറുപടി പറയാൻ ആരംഭിച്ചത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? പ്രശംസ കേൾക്കുമ്പോൾ ലജ്ജയാണ് നമുക്കൊക്കെ തോന്നേണ്ടത്, അല്ലാതെ അഭിമാനമല്ല. കാരണം നമ്മളെക്കാൾ എത്രയോ കേമന്മാർ ഈ ലോകത്തിൽ നമ്മളെക്കാൾ പ്രശംസ അർഹിക്കുന്നവരുണ്ട്. അവരെയൊക്കെ പ്രശംസിച്ച് കഴിഞ്ഞിട്ട് മതി നമ്മളെ പ്രശംസിക്കാൻ വാസ്തവത്തിൽ, അല്ലേ? പക്ഷേ നമ്മളങ്ങനെയല്ല. എന്നെ ആരാ പ്രശംസിക്കുക, എന്നെ എന്താ നിങ്ങൾ പ്രശംസിക്കാത്തേ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പ്രശംസയ്ക്ക് വേണ്ടി ഓടി നടക്കുക. അതല്ല വാസ്തവത്തിൽ മര്യാദ, അതല്ല സംസ്കാരം. ആരാണോ കൂടുതൽ പ്രശംസയ്ക്ക് യോഗ്യരായിട്ടുള്ളവർ, ആരാണോ കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടവർ, അവരെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കുക, അവരെ പ്രശംസിക്കുക. നമ്മളെ പ്രശംസിക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നണം. അതാവട്ടെ നമ്മുടെയൊക്കെ ഒരു സംസ്കാരം, ഈ ഭാഗവതം കേൾക്കുന്നവരുടെയൊക്കെ ഒരു സംസ്കാരം. എന്ന് പറഞ്ഞ് നമ്മൾ മോശക്കാരായിട്ടല്ല, നമ്മൾ തീരെ മോശക്കാരൊന്നുമല്ല. എങ്കിലും പ്രശംസിക്കാൻ അർഹരായിട്ടുള്ളവർ എത്രയോ നമ്മേക്കാൾ മുന്നേ കിടപ്പുണ്ട്. അവരുടെയൊക്കെ കഴിയട്ടെ, നമ്മൾ അനുജന്മാരായിട്ട് കൂടെ പുറകെ നിൽക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബ്രാഹ്മണരുടെ മഹത്വം, ബ്രാഹ്മണധർമ്മം എല്ലാം പ്രശംസിച്ചു. ഭഗവാന്റെ മുഖത്ത് നിന്നാണ് ബ്രാഹ്മണരുണ്ടായിട്ടുള്ളത്, ദേഹരക്ഷയ്ക്കായിക്കൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഭഗവാന്റെ കൈകളിൽ നിന്നുണ്ടായവരാണ്, നമ്മൾ പരസ്പരം രക്ഷിക്കേണ്ടവരാണ്. നിങ്ങൾ ശിരസിൻ്റെ സ്ഥാനവും ഞങ്ങൾ കയ്യിൻ്റെ സ്ഥാനവുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ ഭഗവാനാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്. എങ്കിലും നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ കയ്യിലെ ഉപകരണങ്ങളായി നിമിത്തമാത്രമായി ഭവിക്കുന്നു. അതിനുശേഷം അങ്ങയുടെ ദർശനം കൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല സംശയങ്ങളും നീങ്ങിക്കിട്ടി. കാരണം ഒരു രാജാവിൻ്റെ ധർമ്മം അങ്ങ് വ്യക്തമായി ഇപ്പോൾ സൂചിപ്പിച്ചു. അത് കേട്ട എൻ്റെ ഉള്ളിൽ മുമ്പുണ്ടായിരുന്ന ആ സംശയങ്ങൾ തീർന്നു കിട്ടി. അങ്ങയെപ്പോലൊരു തപസ്വി മഹാൻ എൻ്റെ മുമ്പിൽ കാണപ്പെട്ടത് എൻ്റെ ഭാഗ്യമാണ്. സുകൃതികളല്ലാത്തവർക്ക് കാണാൻ കിട്ടാത്തതാണ് അങ്ങയെപ്പോലെയുള്ള മഹത്തുക്കളുടെ ദർശനം. അങ്ങയുടെ പാദത്തിൽ നമസ്കരിച്ച എൻ്റെ ശിരസിൽ അങ്ങയുടെ പാദധൂളികൾ പതിച്ചത് എനിക്ക് ഏറ്റവും ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടു ഞാൻ, അങ്ങയാൽ ആദേശിക്കപ്പെട്ടു. അങ്ങയുടെ മഹത്തായ വാക്കുകൾ എൻ്റെ തുറന്നു വെച്ച കർണരന്ധ്രങ്ങളെ കൊണ്ട് ഞാൻ സേവിച്ചു. ഞാൻ ധന്യനായി ധന്യനായി എന്ന് ആ കർദമ പ്രജാപതിയുടെ ദർശനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നെ വന്ന കാര്യം അവതരിപ്പിക്കുകയാണ്. അങ്ങ് പുത്രവാത്സല്യം കൊണ്ട് പരവശനായിരിക്കുന്ന എൻ്റെ വാക്കുകൾ, ദീനനായിരിക്കുന്ന എൻ്റെ വാക്കുകൾ ഞാൻ കേൾപ്പിക്കുന്നത് കേൾക്കാൻ ദയയുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന് എനിക്ക് 2 ആൺമക്കൾ, അവരുടെ സഹോദരിയായിട്ടതാ എൻ്റെ കൂടെ എൻ്റെ മകൾ വന്നിട്ടുണ്ട്. അവൾക്ക് ഉചിതനായ ഭർത്താവിനെ അന്വേഷിക്കുന്നു. വയസ്സുകൊണ്ടും ശീലം കൊണ്ടും ഗുണം കൊണ്ടും
യുക്തനായിരിക്കുന്ന ഒരു ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എപ്പോഴാണോ നാരദ മഹർഷിയിൽ നിന്ന് അങ്ങയുടെ ശീലം, ശ്രുതം, തപസ്, രൂപം, വയസ്സ്, ഗുണങ്ങൾ ഇവയെക്കുറിച്ച് അവൾ കേൾക്കാനിടയായത്, അപ്പോൾ തന്നെ അങ്ങയിൽ കൃതനിശ്ചയയായി അവളുടെ മനസ്സിൽ അങ്ങയെ തന്നെ ഭർത്താവായി പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എന്നാൽ ഉപഹാരം ചെയ്യപ്പെടുന്ന, സമർപ്പിക്കപ്പെടുന്ന ആ കന്യകയെ എല്ലാം കൊണ്ടും അങ്ങയ്ക്ക് അനുരൂപയാണ്. അങ്ങയുടെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഏറ്റവും അനുകൂലയായി അവൾ വർത്തിക്കും. അങ്ങനെയുള്ള അവളെ അങ്ങ് സ്വീകരിച്ചാലും. നമ്മുടെ മുമ്പിലേക്ക് സ്വയമേവ വന്നു ചേരുന്ന വിഷയങ്ങളെ നമ്മൾ സന്യാസിമാരാണെങ്കിൽ പോലും വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പാടുള്ളതല്ല, നിഷേധിക്കാൻ പാടുള്ളതല്ല. പ്രതിവാദോ ന ശസ്യതേ. അപ്പം പിന്നെ ആഗ്രഹമുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? കാമരക്തസ്യ കിം പുനഃ. അങ്ങയ്ക്കാണെങ്കിൽ ആഗ്രഹമുണ്ടല്ലോ, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടല്ലോ. അപ്പോൾ ആരാണോ തൻ്റെ മുമ്പിൽ വന്ന വിഷയത്തെ ത്യജിച്ചുകൊണ്ട് അതേ വിഷയത്തെ ദരിദ്രന്മാരോടും പിശുക്കന്മാരോടും ചെന്ന് യാചിക്കുന്നത്, അവൻ്റെ യശസ്, അവൻ്റെ മാനം എല്ലാം ക്ഷയിച്ചു പോകുന്നു. അവൻ അവജ്ഞയാൽ നശിക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഈ കിട്ടിയ അവസരം അങ്ങ് ഉപയോഗിക്കണം. അങ്ങയുടെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുന്ന ഈശ്വര നിയോഗമാണിത്. ഇവളെ അങ്ങ് സ്വമനസ്സാലെ സന്തോഷപൂർവം സ്വീകരിക്കേണ്ടതാണ്. അങ്ങയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, അങ്ങ് വിവാഹാർത്ഥമായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആളാണ്. ഉപകുർവാണൻ എന്ന ബ്രഹ്മചാരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്നാൽ നൽകപ്പെടുന്ന, കന്യാദാനം ചെയ്യപ്പെടുന്ന ഈ കന്യകയെ അങ്ങ് സ്വീകരിച്ചാലും. ഇതാണ് മനുവിൻ്റെ പ്രാർത്ഥന കർദമ പ്രജാപതിയുടെ മുമ്പിൽ. ഇത് കേട്ട കർദമ പ്രജാപതി മറുപടി പറയുന്നതാണ്. തുടർന്ന് വരുന്ന വാക്യങ്ങൾ നമുക്ക് നോക്കാം. നാരായണ ഗുരുവായൂരപ്പ. ഋഷിരുവാച ബാഡമുദ്വോടു കാമോഹം അപ്രത്താച തവാത്മജ ആവയോർ അനുരൂപോസൗ ആദ്യോ വൈവാഹികോ വിധിഃ. കർദമ പ്രജാപതി പറയുകയാണ്. ഋഷി എന്ന് പറഞ്ഞത് ഇവിടെ കർദമ ഋഷി. അദ്ദേഹം പറയുന്നു ബാഡം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ബാഡം എന്ന് പറഞ്ഞാൽ സമ്മതം എന്നാണ് അർത്ഥം. അങ്ങനെ തന്നെ ആവട്ടെ, തഥാസ്തു എന്നൊക്കെ പറയുന്നത് പോലെ സമ്മതമാണ് എനിക്ക്, അങ്ങ് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ആവട്ടെ. ബാഡം. അഹം ഉദ്വോടു കാമഹ. ഉദ്വോടു കാമോഹം എന്ന് പറഞ്ഞാൽ അഹം, ഞാൻ. ഉദ്വോടു കാമഹ, ഉദ്വോടും എന്ന് പറഞ്ഞാൽ ഉദ്വാഹം കഴിക്കാൻ, വിവാഹം കഴിക്കാൻ ഞാൻ കാമനാണ്, സന്നദ്ധനാണ്, തയ്യാറാണ്, ആഗ്രഹമുള്ളവനാണ്. സോ ഐ എം ഡിസൈറസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു എ മാരേജ്. ഐ എം റെഡി ഫോർ മാരേജ്. അതാണ് ഉദ്വോടു കാമഹ. അപ്രത്താച തവാത്മജ. തവ ആത്മജ, അങ്ങയുടെ മകള് അപ്രത്ത. അപ്രത്ത എന്ന് പറഞ്ഞാൽ മറ്റാർക്കും പ്രദാനം ചെയ്യപ്പെടാത്തവൾ, വാക്കുകൊണ്ട് പോലും ദാനം ചെയ്യപ്പെടാത്തവൾ. അല്ലേ? നേരത്തെ ആരോടെങ്കിലും വാക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊടുത്തതുപോലെയാണ്. വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ പ്രദാനം ചെയ്യപ്പെട്ടു. അതാണ് പ്രത്ത എന്ന് പറഞ്ഞാൽ പ്രദാനം ചെയ്യപ്പെട്ടവൾ. ഇവിടെ അപ്രത്ത എന്ന് പറഞ്ഞാൽ പ്രദാനം ചെയ്യപ്പെടാത്തവൾ, ആർക്കും വാക്കുകൊണ്ട് പോലും വിവാഹ നിശ്ചയം വാഗ്ദാനം ചെയ്യപ്പെടാത്തവൾ. ഹരിയോം മനോജി, കുറച്ച് ഈ ഋഷിയുടെ വാക്കുകൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് നിർത്താം. നല്ലൊരു ഭാഗമാണ്, എനിക്ക് നിർത്താൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി. വളരെ നല്ല സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് നേരം
ഞാൻ സന്തോഷപൂർവ്വം ചെയ്യണം. നാരായണ. ഇനി എല്ലാവരും പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട പ്ലീസ്. അപ്പൊ തവ ആത്മജ അപ്രത്താച, ആർക്കും വാഗ്ദാനം ചെയ്യപ്പെടാത്തവളാണ്. അവയോഹോ അസൗ വൈവാഹിക വിധി ആദ്യ. അവയോഹോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള എന്ന അർത്ഥത്തിലാണ് ആവയോഹോ, ദ്വിവചനമാണ്. ഞങ്ങൾ തമ്മിലുള്ള അസൗ വൈവാഹിക വിധി, ഈ വിവാഹ സംബന്ധം, ഈ വിവാഹവിധി അത് ആദ്യ. ആദ്യ എന്ന് പറഞ്ഞാൽ പ്രഥമഗണനീയ, ദ ബെസ്റ്റ് എമംഗ് ഓൾ, എന്താ പറയുക, വെഡ്ഡിങ്സ്, ഓൾ മാരേജസ്. വിവാഹത്തിന് പല വിധികളുണ്ട്, പല സമ്പ്രദായങ്ങളുണ്ട്. വിവാഹങ്ങളാണ് പ്രശസ്തങ്ങളായിട്ടുള്ളത്. ബ്രാഹ്മം, ദൈവം, ആർഷം, പ്രാജാപത്യം, ഗാന്ധർവം, ആസുരം, രാക്ഷസം, പൈശാചം, ഇങ്ങനെ 8 പ്രകാരത്തിൽ വിവാഹങ്ങളുണ്ട്. ബ്രാഹ്മം എന്ന് പറഞ്ഞാൽ കന്യാദാനം. ബ്രാഹ്മണനായ ഒരു പതിക്ക്, ഒരു വരന് കന്യകയെ വിധിപ്രകാരം ദാനം ചെയ്തു കൊടുക്കുന്നു. അത് ബ്രാഹ്മണ കന്യകയാവാം, ക്ഷത്രിയ കന്യകയാവാം. അനുലോമ ക്രമത്തിലാണത്. അനുലോമം എന്ന് പറയുന്ന ക്രമത്തിലാണ്. ഇനി ആ ക്ഷത്രിയ കന്യകയാണ് കൊടുത്തതെങ്കിലും അവൾ ബ്രാഹ്മണ ജീവിതം നയിക്കാൻ തയ്യാറാവുന്നതോടുകൂടി അവൾ ബ്രാഹ്മണ സ്ത്രീയായി മാറുന്നു. ഇപ്പം മനുവിൻ്റെ മകളാണ് ദേവഹൂതി ദേവി, വേണമെങ്കിൽ രാജകുമാരി എന്ന് പറയാം. മനു രാജാവാണ്, രാജകുമാരിയാണവൾ. പക്ഷേ കർദമ പ്രജാപതിയെ വിവാഹം കഴിക്കുന്നതോടുകൂടി അവളുടെ ഗോത്രം മാറുന്നു. ഭർത്താവിൻ്റെ ഗോത്രത്തിലേക്ക് ചേക്കേറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ ഗോത്രമാണിനി ഭാര്യയുടെ ഗോത്രം. അവൾ ക്ഷത്രിയ ആയിരുന്നു എങ്കിലും ഇനിമേലിൽ അവൾ ബ്രാഹ്മണ സ്ത്രീയാണ്, ബ്രാഹ്മണ ജീവിതമാണ് നയിക്കുന്നത്. അതായിരുന്നു നമ്മുടെ പഴയ സമ്പ്രദായം. അടുത്ത കാലത്താണ് അതിലൊക്കെ ച്യുതി വന്നു ചേർന്നത്. ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയ സ്ത്രീയെ വിവാഹം കഴിച്ചാലും അതിലുണ്ടാകുന്ന സന്തതികളെ ബ്രാഹ്മണരായിട്ട് അംഗീകരിക്കാത്ത മൂഢത്വം ഈ അടുത്ത കാലത്ത് വന്നു ചേർന്നതാണ്. അതിൽ യോഗ്യരായിട്ടുള്ള ബ്രാഹ്മണ ജീവിതം നയിക്കാൻ തയ്യാറുള്ളവരെ ബ്രാഹ്മണരായി അംഗീകരിക്കാവുന്നതാണ്. അവരിൽ ക്ഷത്രിയത്വം ലേശം പോലുമില്ല. പരമസാത്വികന്മാരാണ് പലരും, അല്ലേ? നമ്മുടെ ഈ കൊച്ചി രാജവംശത്തിലും മറ്റുമൊക്കെ ഉണ്ട്, നമ്പൂതിരിമാരാണ് വേളി കഴിക്കുക രാജവംശത്തിലെ സ്ത്രീകളെ. ഇവിടുന്ന് നമ്മളെ കേൾക്കുന്ന ഇഷ്ടം പോലെ അമ്മമാർ കൊച്ചി രാജവംശത്തിൽ നിന്നുണ്ട്. എനിക്കറിയാം, നല്ലോണം അറിയാം. അവർ കേൾക്കെ തന്നെയാണ് പറയുന്നത്. എനിക്ക് നല്ലോണം അറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. ധാരാളം നമ്പൂതിരിമാരാണ് അവിടെ വിവാഹം വേളി കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അവരുടെ മക്കളൊക്കെയോ, അവരൊക്കെ വർമ്മമാരായിട്ടാണ് പിന്നീട് അറിയപ്പെടുന്നത്. പക്ഷേ അവരുടെ ഗുണം കൊണ്ട് പലരും പരമസാത്വികന്മാരാണ്. രജോ ഗുണം ഒട്ടുമില്ലാത്ത, അല്ലേ? വർമ്മമാരാവണമെങ്കിൽ, രാജാക്കന്മാരാവണമെങ്കിൽ അതിന് രജോ ഗുണം വേണം, വീര്യം വേണം, ക്ഷത്രിയ തേജസ് വേണം, നേതൃത്വ ഗുണങ്ങൾ വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അതൊക്കെ വേണം. അതൊന്നുമില്ലാത്ത പരമസാത്വികന്മാർ, പാവങ്ങൾ, നമ്പൂരിമാരുടെ മക്കളാണേ. അപ്പോൾ അവരെ ബ്രാഹ്മണരായി വൈദിക വൃത്തിക്ക് അയച്ചാൽ അവർ അവിടെ ശോഭിക്കുമായിരുന്നു. ഇതിപ്പോൾ രണ്ടിടത്തും ഇല്ലാത്തവരായി മാറുകയാണ് പലയിടത്തും. അവിടെ ഇല്ല, ഇവിടെ ഇല്ല എന്നുള്ള മട്ടിൽ ആവുകയാണ്. അതൊക്കെ കാലം കൊണ്ട് വന്നു ചേർന്നതാണ്. കാലത്തിൽ വന്നു ചേർന്ന ദൂഷ്യങ്ങളാണിതെല്ലാം. വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവൾ വിവാഹം കഴിക്കുന്നതോടുകൂടി
അതങ്ങനെ ആക്കി മാറ്റിയതാണ്. അമ്മയുടെ ഗോത്രം തുടരുന്നതായിട്ട് മരുമക്കത്തായം എന്നതിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. മക്കത്തായത്തിൽ നിന്ന് മരുമക്കത്തായം എന്ന സമ്പ്രദായത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. പോട്ടെ, ചിന്തിക്കുക. പറഞ്ഞു വന്നത്, നമ്മൾ ഇവിടെ ബ്രാഹ്മം എന്നുള്ള വിവാഹവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ബ്രാഹ്മണന് കന്യാദാനമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുകൂലയായിരിക്കുന്ന ഒരു പത്നിയെ കൊടുക്കുന്നത് കന്യാദാനം ബ്രാഹ്മം എന്നുള്ള വിധിപ്രകാരമുള്ളതാണ്. പിന്നെ ദൈവം എന്നുള്ളതായിട്ടുള്ള സമ്പ്രദായമുണ്ട്, ആർഷം എന്നുള്ളതായിട്ടുള്ള സമ്പ്രദായമുണ്ട്. അത് ഋഷിമാർ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധങ്ങളാണ്. പ്രാജാപത്യം എന്നുള്ളത് സന്തതിയെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള വിവാഹങ്ങൾ പ്രാജാപത്യം. ഗാന്ധർവ വിവാഹങ്ങളുണ്ട്. നമ്മുടെ ദുഷ്യന്തനും ശകുന്തളയും പോലെയുള്ള ആരും അറിയാതെ സ്വകാര്യമായി ചെയ്ത വിവാഹമാണ് ഗാന്ധർവം. ആസുരം എന്നുള്ള വിവാഹ ചടങ്ങുകളുണ്ട്. രാക്ഷസം എന്നുള്ളതുണ്ട്. പൈശാചം എന്നുള്ളതുണ്ട്. ആസുരം വിലയ്ക്ക് വാങ്ങുന്ന ചടങ്ങുകളൊക്കെയാണ് ആസുരം. അതുപോലെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി അടക്കി എടുക്കുന്നത് രാക്ഷസം. ബന്ധുക്കളെയൊക്കെ കീഴ്പ്പെടുത്തിയിട്ട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് രാക്ഷസ വിധി പ്രകാരം. നമ്മുടെ ഭഗവാൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോകുന്നത് രാക്ഷസ വിധി പ്രകാരമാണ്. അവിടെ വിധി രാക്ഷസ വിധിയാണ്. ഇനി പൈശാചം എന്നുള്ള ഒരിതുണ്ട്. അത് സ്ത്രീയുടെ സമ്മതം കൂടാതെ സ്ത്രീയെ ബലാത്കാരം ചെയ്തുകൊണ്ടും മറ്റുമൊക്കെ പ്രാപിക്കുന്നതായിട്ടുള്ള സമ്പ്രദായം. അബോധാവസ്ഥയിൽ ബലാത്കാരം ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നതാണ് പൈശാചം എന്ന് പറയുന്ന വിവാഹം. അതിനെ വിവാഹമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ പല പ്രകാരത്തിലുള്ള വിവാഹ വിധികളുണ്ട്, അഷ്ടവിവാഹങ്ങൾ. അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് ഇപ്പം മിക്കവാറും ആസുരം തന്നെയാണ് അല്ലേ, വിലയ്ക്ക് വാങ്ങുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിലയ്ക്ക് വാങ്ങുന്നതും അല്ലെങ്കിൽ ഗാന്ധർവവും ധാരാളം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ തമ്മിലുള്ളതായിട്ടുള്ള വിവാഹം അത് ആദ്യം എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ബ്രാഹ്മ വിധി പ്രകാരമുള്ള കന്യാദാനം. കാരണം ഈ ബ്രാഹ്മണനായിട്ടുള്ള ഇദ്ദേഹവും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇവളും പൂർണ്ണ മനസ്സോടുകൂടി അദ്ദേഹത്തെ വരിക്കാൻ തയ്യാറാണ്. അച്ഛനമ്മമാർക്ക് പൂർണ്ണ സമ്മതമാണ്. എല്ലാം കൊണ്ടും പരിപൂർണമായിട്ടുള്ള സമ്മതത്തോടുകൂടിയ കന്യാദാനമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വിവാഹം ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയണം. ബാടം ഉദ്വോടുകാമോഹം അപ്രത്താചതവാത്മജ ആവയോരനുരൂപോസൗ ആദ്യോ വൈവാഹികോ വിധി കാമസ്സ ഭൂയാത് നരദേവതേസ്യാഹ പുത്ര്യാ സമാംനായ വിദൗ പ്രതീതഃ കയേവതേ തനയാം നാദ്രിയേത സ്വയാംഗകാന്ത്യാ ക്ഷിപതീമിവ ശ്രിയം. കർദമ പ്രജാപതി രാജാവിനോട് തുടരുകയാണ്. ഹേ നരദേവ, അല്ലയോ രാജാവേ, മഹാരാജാവേ, അസ്യാഹ പുത്ര്യാഹ സമാമനായ വിധൗ പ്രതീതഃ തേ സ കാമഃ ഭൂയാത്. തേ കാമഃ ഭൂയാത്. അങ്ങയുടെ കാമം ഭവിക്കട്ടെ, അങ്ങയുടെ ആഗ്രഹം സഫലമാവട്ടെ. എന്താണ് അങ്ങയുടെ ആഗ്രഹം? അസ്യാഹ പുത്ര്യാഹ, അങ്ങയുടെ ഈ പുത്രിയുടെ വിഷയത്തിൽ സമാമനായ വിധൗ, വേദോക്തമായ വിധിയിൽ, ശാസ്ത്രീയമായ വിധിയിൽ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് പ്രതീതഃ തേ സഹ കാമഃ, അങ്ങയുടെ ഉള്ളിൽ പ്രതീതമായിരിക്കുന്ന ആ കാമമുണ്ടല്ലോ, ആ അഭിലാഷം, വൈദികമായ സമ്പ്രദായപ്രകാരം അങ്ങയുടെ മകളെ കന്യാദാനം ചെയ്യുവാനായി കൊണ്ടുണ്ടായിട്ടുള്ള ഈ ആഗ്രഹം അത് വളരെ ന്യായമായതാണ്, ധാർമ്മികമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് സഫലമാകട്ടെ, ധാർമ്മികമായ ആഗ്രഹം സഫലമാകട്ടെ. ഭൂയാത്. ഇനി പറയുന്നു, സ്വയാ അംഗകാന്ത്യ ശ്രിയം ക്ഷിപതീമിവ ത്വേ തനയാം കഹ ഏവന ആദ്രിയേത.
കയേവത്തെ തനയാം നാദ്രിയേത എന്ന മൂന്നാമത്തെ വരിയിൽ ചോദിക്കുന്നുണ്ട്, ആരാണ് അങ്ങയുടെ മകളെ അംഗീകരിക്കാതിരിക്കുക, ആദരിക്കാതിരിക്കുക? ആർക്കാണ് അങ്ങയുടെ മകളെ വേണ്ട എന്ന് തോന്നുക? അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് എന്തുകൊണ്ടാണത്? സ്വയാ അംഗകാന്ത്യ ക്ഷിപതീം ഇവ ശ്രിയം. സ്വകീയമായ അംഗകാന്തി കൊണ്ട്, അവളുടെ ശരീരശോഭ കൊണ്ട്, ശ്രിയം ക്ഷിപതീം ഇവ, ലക്ഷ്മി ദേവിയെ പോലും തിരസ്കരിക്കുന്നത് പോലെ, ലക്ഷ്മി ദേവിയെ ജയിക്കുന്ന കാന്തിയാണ് ഈ ദേവഹൂതി ദേവിക്കുള്ളത്. അങ്ങനെയുള്ള സുന്ദരിയായിട്ടുള്ള ഇവളെ ആരാണ് കിട്ടിയാൽ വേണ്ട എന്ന് പറയുക? ആരാണ് അനാദരിക്കുക? തനിക്ക് സമ്മാനമായി, കന്യാദാനമായി ഓഫർ ചെയ്യപ്പെടുമ്പോൾ, അല്ലേ, ദാനം ചെയ്യപ്പെടുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നവൻ പരമമൂഢനായിരിക്കും, അത്യന്തം മൂഢനായിരിക്കും. അതുകൊണ്ട് അങ്ങയുടെ മകളെ തിരസ്കരിക്കാൻ ഞാൻ തയ്യാറല്ല. അവൾ ലക്ഷ്മി ദേവിയേക്കാൾ സുന്ദരിയാണ്, മനോഹരിയാണ്. ലക്ഷ്മി ദേവിയുടെ കാന്തിയെ തൻ്റെ ശരീര കാന്തി കൊണ്ട് ദൂരേക്ക് തള്ളിക്കളയുന്നു എന്നാണ് പറയണത്. കയേവത്തെ തനയാം നാദ്രിയേത സ്വയാ അംഗകാന്ത്യ ക്ഷിപതീം ഇവ ശ്രിയം. യാം ഹർമ്യപൃഷ്ഠേ കൊണദംഗ്രിശോഭാം വിക്രീഡതീം കന്ദുകവിഹ്വലാക്ഷീം വിശ്വാവസുർന്യപതത് സ്വാദ്വിമാനാത് വിലോക്യ സമ്മോഹ വിമൂഢചേതാഃ. ആ ദേവഹൂതിയുടെ മാഹാത്മ്യത്തെ ഒന്നുകൂടെ താൻ മനസ്സിലാക്കിയത് സ്തുതിക്കുകയാണ് ആര്? കർദമ പ്രജാപതി. അവളുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചിട്ട് ഗന്ധർവന്മാരുടെ രാജാവാണ് വിശ്വാവസു. അദ്ദേഹം വിമാനത്തിലൂടെ ആകാശത്തൂടെ പോകുമ്പോൾ ദേവിയെ മട്ടുപ്പാവിൽ കണ്ടിട്ട് തലയും കുത്തി വീണു എന്നാണ് മോഹിച്ചിട്ട്. ഗന്ധർവന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ അപ്സരസ്സുകൾ അവൈലബിൾ ആണ്. ഗന്ധർവ സ്ത്രീകൾ, അപ്സരസ്സുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അങ്ങനെയുള്ള സുന്ദരികളായിട്ടുള്ള അപ്സരസ്സുകൾ ധാരാളം തൻ്റെ അധീനതയിലുള്ള ഗന്ധർവ രാജാവായിട്ടുള്ള വിശ്വാവസു പോലും വിമാനത്തിലൂടെ പോകുമ്പോൾ താഴെ മട്ടുപ്പാവിൽ കണ്ട ദേവഹൂതിയെ കണ്ടിട്ട് തൻ്റെ വിമാനത്തിൽ നിന്ന് മോഹാലസ്യപ്പെട്ട് മോഹിതനായി തലയും കുത്തി വീണു എന്നാണ് ഇവിടെ പറയുന്നത്. യാം ഹർമ്യപൃഷ്ഠേ കൊണദംഗ്രിശോഭാം വിക്രീഡതീം കന്ദുക വിഹ്വലാക്ഷീം വിശ്വാവസുർന്യപതത് വിമാനാത് വിലോക്യ സമോഹ വിമൂഢചേതാഃ. അപ്പോൾ ഹർമ്യപൃഷ്ഠം, ഹർമ്യം കൊട്ടാരം, കൊട്ടാരത്തിൻ്റെ പൃഷ്ഠത്തിൽ ഉപരിഭാഗത്ത്, മുകൾ ഭാഗത്ത് മട്ടുപ്പാവില് കൊണദംഗ്രി ശോഭാം കന്ദുക വിഹ്വലാക്ഷി. അംഗ്രിപാദം അത് കൊണിക്കുന്നു എന്ന് പറഞ്ഞാൽ പാദസരം കൊണ്ട്, ചെലങ്ക കൊണ്ട് കിലുങ്ങുന്നു. കാരണം ഓടിക്കളിക്കുകയാണ്. എന്തിനായിക്കൊണ്ട്? പന്ത് തട്ടിക്കളിക്കുകയാണ്. അതാണ് കന്ദുക വിഹ്വലാക്ഷി. കന്ദുക ക്രീഡ പന്ത് കളിയാണ്. അപ്പോൾ ദേവി മട്ടുപ്പാവിൽ, വിശാലമായിട്ടുള്ള മട്ടുപ്പാവിൽ പന്തടിച്ച് കളിക്കുകയാണ്. ആ പന്തടിച്ച് കളിക്കുമ്പോൾ പന്തിൻ്റെ നേരെ നോക്കണം. വിഹ്വലാക്ഷി, അക്ഷം പന്ത് പോകുന്നിടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചഞ്ചലമായ കണ്ണോടുകൂടെ പന്ത് പോകുന്നിടത്തേക്കൊക്കെ കണ്ണോടിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ചന്തം, അല്ലേ? സാധാരണത്തേലും വെച്ച് കൗതുകം കൂടും. ഒരു മാനിൻ്റെ കണ്ണിനെ പോലെ അത് ചഞ്ചലമായിക്കൊണ്ട് ആ പന്തിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ അത് കണ്ടിട്ട്, ആ സൗന്ദര്യം കണ്ടിട്ട് അവളുടെ പാദസരത്തിൻ്റെ കിലുക്കവും ഓട്ടവും കന്തുകത്തിൻ്റെ പുറകെയുള്ള ക്രീഡയും, അങ്ങനെയുള്ള വിക്രീഡതീം വിശേഷേണ ക്രീഡിക്കുന്നവളായ, പന്തടിച്ചു കളിക്കുന്നവളായിട്ടുള്ള യാം ഏതൊരുവളെ കണ്ടിട്ട് വിശ്വാവസുഹു വിലോക്യ, വിശ്വാവസു എന്ന ഗന്ധർവരാജാവ് കണ്ടിട്ട് സമ്മോഹ വിമൂഢചേതാഃ, സമ്മോഹം കൊണ്ട്, സമ്യക്കായ മോഹം കൊണ്ട് വിമൂഢചേതാഃ, അദ്ദേഹത്തിൻ്റെ ചേതസ് തന്നെ മൂഢമായി എന്ന് വെച്ചാൽ ഒരു മോഹാലസ്യം സംഭവിച്ചു, മൂർച്ഛയോടുകൂടിയവനായി. എന്നിട്ടോ സ്വാദ് വിമാനാത് നിപതത്, സ്വകീയമായ വിമാനത്തിൽ നിന്ന് അദ്ദേഹം നിപതിച്ചു എന്നാണ്. ഗന്ധർവ രാജാവായിട്ടുള്ള വിശ്വാവസു ഈ സുന്ദരിയെ, പന്തടിച്ച് കളിക്കുന്ന കന്യകയെ മട്ടുപ്പാവിൽ കണ്ടിട്ട് വിമാനത്തിൽ നിന്ന് മോഹിച്ച് തലയും കുത്തി വീണു എന്ന്. അങ്ങനെയുള്ള ഞാൻ കേട്ടിട്ടുണ്ട് അവളെക്കുറിച്ച്. അല്ലെങ്കിൽ ഈ ഋഷി ത്രികാലജ്ഞാനിയാണ്, അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ
ഇപ്പം ഗന്ധർവ രാജാവ് പോലും മോഹിച്ചവളാണ്, അത്രയും സുന്ദരിയാണ് ദേവഹൂതി ദേവി. അവളെ കന്യാദാനമായി കിട്ടിയിട്ട് വേണ്ടാന്ന് പറയുന്നവൻ അത്യന്തം മൂഢനായിരിക്കും. അതുകൊണ്ട് ആര് വേണ്ടാന്ന് പറയും എന്ന് പറയണം. താം പ്രാർത്ഥയന്തീം ലലനാലലാമം അസേവിത ശ്രീചരണൈരദൃഷ്ടാം വത്സാം മനോരുച്ചപദസ്വസാരം കോ നാനുമന്യേത ബുധോഭിയാതാം. ലലനാലലാമം, ലലനകൾക്ക് അലങ്കാരഭൂതയായിരിക്കുന്നവളും, സ്ത്രീകളുടെ ഇടയിൽ അലങ്കാരഭൂതയാണ് ഈ ദേവഹൂതി, അങ്ങനെയുള്ളവളും അസേവിത ശ്രീചരണൈഹി അദൃഷ്ടാം, ലക്ഷ്മീദേവിയെ ഉപാസിക്കാത്തവർക്ക് കാണാൻ പറ്റാത്തവളും, ലക്ഷ്മീദേവിയുടെ പാദകമലങ്ങളെ ആരാണോ സേവിക്കുന്നത് അവർക്ക് മാത്രമേ ഇവളെ പോലെയുള്ള സുന്ദരികളെ കാണാൻ പറ്റുള്ളൂ. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതുപോലെയുള്ള സുന്ദരികളെ കാണാൻ തന്നെ കിട്ടുക. അസേവിത ശ്രീ ചരണൈഹി അദൃഷ്ടാം മനോഹോ വത്സാം, മനുവിൻ്റെ വത്സലയായ പുത്രിയും, ഉച്ചപദ സ്വസാരം, ഉത്താനപാദൻ്റെ സ്വസ എന്ന് പറഞ്ഞാൽ സഹോദരി. അപ്പോൾ ഉത്താനപാദ രാജാവിൻ്റെ രാജകുമാരൻ്റെ സഹോദരിയും, നമ്മുടെ ധ്രുവൻ്റെ അച്ഛൻ്റെ പേരാണ് ഉത്താനപാദൻ, ആ ഉത്താനപാദൻ്റെ സഹോദരിയാണ്. ഉത്താനപദ ഉച്ചപദ എന്നാണ് ഇവിടെ ഉത്താനപാദൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ഉത്താനപാദൻ എന്ന് പറഞ്ഞാൽ കാല് പൊക്കിയവൻ എന്നാണ്, കാല് പൊക്കി പിടിച്ചിരിക്കുന്നവൻ. അവിടെ ഉച്ചപദം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. അത് പിന്നെ പറയാം നമുക്ക്. ഉത്താനപാദൻ്റെ സഹോദരിയും, പ്രാർത്ഥയന്തിയും, അങ്ങയെ തന്നെ ഭർത്താവായി പ്രാർത്ഥിക്കുന്നവളും, അഭിയാതാം, ഇപ്പതാ സമീപത്ത് വന്നിരിക്കുന്നവളും. ഇനി ഒന്നും ചെയ്യേണ്ടതില്ല അതിനു വേണ്ടിയിട്ട്. അങ്ങടെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കേണ്ടതില്ല, ശത്രുക്കളെ ജയിക്കേണ്ടതില്ല. അല്ലേ, ഭഗവാൻ രുക്മിണിയെ വേട്ടതുപോലെ ശത്രുക്കളെ ജയിച്ചിട്ട് വീണ്ടെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു പ്രയാസവുമില്ല, അങ്ങയുടെ അടുത്തേക്ക് വന്നു ചേർന്നിരിക്കണം, ഒരു തടസ്സവും ഇപ്പം ഇല്ല. അങ്ങനെയുള്ള അഭിയാതാം, അങ്ങനെയുള്ള താം ബുധഃ കഹ ന അനുമന്യേത, ബുധനായിട്ടുള്ള ഒരാൾ, ബുദ്ധിമാനായിട്ടുള്ള ഏതൊരുവൻ അനുമാനിക്കാതിരിക്കും. അനുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മതം എന്നർത്ഥമാണ്. തനിക്ക് സമ്മതമായി ഭാര്യയായി സ്വീകരിക്കാതിരിക്കും. ഒരു പ്രയത്നമില്ല അവിടെ, ഒന്നും ചെയ്യാനില്ല. അല്ലേ, ഇപ്പോൾ പലരെയും വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന് 100 തടസ്സങ്ങളുണ്ടാവും. ഒന്നാമത് യോഗ്യത വേണം, രണ്ടാമത് അവർക്ക് ഇങ്ങോട്ട് ആഗ്രഹം വേണം, പിന്നെ അതിന് പല കണ്ടീഷൻസ് ഉണ്ടാവും. ഇത്ര പവൻ, ഇത്ര ധനം, ഇത്ര ഇന്ന ജോലി, ഇന്ന ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് 100 കണ്ടീഷൻസ് ഉണ്ടാവും. ആ കണ്ടീഷൻസൊക്കെ നോക്കണം. അതൊന്നുമില്ല ഇവിടെ, എല്ലാം തികഞ്ഞിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരുവളെ എങ്ങനെ സ്വീകരിക്കാതിരിക്കും എന്നാണ് ഇവിടെ ചോദ്യം. താം പ്രാർത്ഥയന്തീം ലലനാലലാമം അസേവിത ശ്രീചരണൈരദൃഷ്ടാം വത്സാം മനോരുച്ചപദസ്വസാരം കോ നാനുമന്യേത ബുധോഭിയാതാം അതോ ഭജിഷ്യേ സമയേന സാധ്വീം യാവത് തേജോ ബിഭ്രയാദാത്മനോ മേ അതോ ധർമാൻ പാരമഹംസ്യ മുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ അവിഹിംസ്രാൻ. ഞാൻ അവളെ സ്വീകരിക്കുന്നു, ഭജിഷ്യേ എന്നാണ്. അതോ ഭജിഷ്യേ, അതഹ ദർഫോർ, ഞാൻ ഇത്രയും റീസൺ പറഞ്ഞു. ആ റീസണുകൾ കൊണ്ട് അഹം ഭജിഷ്യേ, ഞാൻ അവളെ സ്വീകരിക്കുന്നു, സേവിക്കുന്നു. പക്ഷെ സമയേന സാധ്വി എന്നുള്ള, സമയം എന്ന് പറഞ്ഞാൽ നിശ്ചയം, വ്യവസ്ഥ, കണ്ടീഷൻ എന്നൊക്കെ അർത്ഥമാണ്. ഞാനൊരു കണ്ടീഷനോടുകൂടെ ഈ സാധ്വിയെ, ഈ സദാചാരശീലയായിരിക്കുന്ന ഈ കന്യകയെ ഞാൻ സ്വീകരിച്ചു കൊള്ളാം, സബ്ജക്റ്റ് ടു സെർട്ടൺ കണ്ടീഷൻസ്. അതുപോലെ സമയേന, സമയം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയാണ്, ചില കണ്ടീഷൻസിനെയാണ് ഇവിടെ സമയം എന്നുള്ളത്. ധർമ്മം എന്നുള്ളതിനും സമയം എന്ന് പറയും. ഇത് ധാർമ്മികമായിട്ടുള്ളൊരു നിശ്ചയം തന്നെയാണ്, അധാർമികമായിട്ടൊരു കണ്ടീഷനല്ല.
നമ്മുടെ ദാശരാജാവ് സത്യവതിയെ ശന്തനുവിന് കൊടുക്കുമ്പോൾ അധാർമികമായിട്ടുള്ള നിശ്ചയമാണ് പറഞ്ഞത്. അത് പ്രകാരമുള്ളതല്ല ഇത് ധാർമ്മികമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. അപ്പോൾ സാധ്യീം സമയേന ഭജിഷ്യേ, എന്താണ്? യാവത് തേജോ വിപുര്യാദാത്മനോമേ, യാവത് എത്ര കാലം എപ്പോഴാണോ ആത്മനഃ മേ തേജഃ ബിഭ്രിയാത്, എൻ്റെ തേജസ്സിനെ എൻ്റെ വീര്യത്തെ ഇവൾ ധരിക്കുന്നത്, അതുവരേക്ക് ഞാൻ ഇവളെ സ്വീകരിക്കുന്നു. എന്നാൽ ഇവൾ എൻ്റെ ഗർഭം ധരിക്കുന്നത് വരെ, എൻ്റെ മക്കളെ പ്രസവിക്കുന്നത് വരെ ഇവളെ ഞാൻ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതോ ധർമാൻ പാരമഹംസ്യമുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ അവിഹിംസ്രാൻ, അതഹ എന്ന് പറഞ്ഞാൽ അതിനുശേഷം, ആഫ്റ്റർ ദാറ്റ് ഞാൻ എന്ത് ചെയ്യും? ബഹുമന്യേ, ബഹുമാനിക്കും. ഏതിനെ? പാരമഹംസ്യമുഖ്യാൻ ധർമാൻ, പാരമഹംസ്യന്മാർക്ക് മുഖ്യങ്ങളായിരിക്കുന്ന പരമഹംസന്മാരായ പരിവ്രാജകന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാർ സ്വീകരിക്കുന്ന ആ ധർമ്മമാർഗത്തെ, അത് ശുക്ലപ്രോക്ത എന്ന് പറയുന്നുണ്ട്. ശുക്ലപ്രോക്താൻ ഭഗവാനാൽ പറയപ്പെട്ടത്, ധർമ്മമൂർത്തിയായ ഭഗവാൻ വിധിച്ചിട്ടുള്ളത്, വർണ്ണാശ്രമധർമ്മം എന്ന് ഭഗവാൻ വിധിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ധർമ്മപ്രകാരം അവിഹിംസ്രാൻ, അവിഹിംസ്രാൻ എന്ന് പറഞ്ഞാൽ ആരെയും ഹിംസിക്കാത്തതാണത്, ആരെയും വേദനിപ്പിക്കാത്തതാണ് ഈ ധർമ്മം. ആ പാരമഹംസ്യ മുഖ്യാൻ ധർമാൻ ബഹുമന്യേ, ഞാൻ ബഹുമാനിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഇവളെ വിവാഹം കഴിക്കുന്നു. ഏതുവരെ ഞാൻ ഇവളെ എൻ്റെ ഭാര്യയായി കൊണ്ടു നടക്കും? ഇവളിൽ എനിക്ക് സന്തതികൾ ഉണ്ടായിക്കഴിയുന്നത് വരേക്കും. അത് കഴിഞ്ഞാൽ ഞാൻ സന്യാസ ജീവിതം നയിക്കും. ഞാൻ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വിരമിക്കും, നിവൃത്തി നിരതനാവും, വാനപ്രസ്ഥ സന്യാസ മാർഗങ്ങളെ ഞാൻ സ്വീകരിക്കും. കാരണം ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതാണ് ശുക്ലപ്രോക്താൻ. ഇത് അവിഹിംസ്രാൻ തന്നെയാണ്. ആർക്കും വേദനയുണ്ടാക്കാത്തതാണ്, ആർക്കും ദുഃഖമുണ്ടാക്കാത്തതാണ് വാസ്തവത്തിൽ ഈ ഒരു വ്യവസ്ഥ. പക്ഷേ നമ്മുടെ സംഘം കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്, നമ്മുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. ഇത് ശരിക്കും പാലിക്കപ്പെടുകയാണെങ്കിൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള, വളരെ എല്ലാവർക്കും ക്ഷേമം നൽകുന്നതായിട്ടുള്ള ഒരു ജീവിതക്രമമാണ് ഈ വാനപ്രസ്ഥാശ്രമവും സന്യാസവും. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് എല്ലാവരും വാനപ്രസ്ഥ സന്യാസത്തിന് തയ്യാറാവണം. എല്ലാവരും തയ്യാറാവണം. അതല്ലാത്തതുകൊണ്ടാണ് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. അത് കുറേ കാലമായിട്ട് നമ്മൾ മാറ്റിമറിച്ചു. 90-ാം വയസ്സിലും വിവാഹ വാർഷികവും ആഘോഷിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ഗൃഹത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. മക്കളും പേരക്കുട്ടികളുമായിട്ട് പ്രാരബ്ധങ്ങളുമായിട്ട് സംസാരത്തിൽ മുഴുകി കഴിയുന്നു. അതിന് മാറ്റം ഉണ്ടാവണം. അതിന് ചിന്താഗതി തന്നെ മാറ്റണം. അതിന് കുട്ടിക്കാലം തൊട്ട് തന്നെ പഠിക്കണം. ജീവിതത്തെ ക്രമീകരിക്കണം. ആദ്യത്തെ 25 വർഷം വിദ്യാഭ്യാസത്തിന്, പിന്നത്തെ 25-30 വർഷം ഗൃഹസ്ഥാശ്രമത്തിന് അധ്വാനിക്കാനും സമ്പാദിക്കാനും മക്കളെ വളർത്താനും അവരെ പഠിപ്പിക്കാനും അവരുടെ സ്വന്തം കാലിൽ നിർത്താനും, അത് കഴിഞ്ഞ് അവരുടെ വിവാഹം നടത്തിക്കൊടുത്തൽ അവർക്ക് കുട്ടികളുണ്ടാവുന്ന മുമ്പേ തന്നെ സ്ഥലം വിടാം. അവരുടെ കുട്ടികളെ നോക്കാനുള്ളവരല്ല നിങ്ങൾ. പേരക്കുട്ടികളെ നോക്കിക്കൊണ്ടും അവരെ LKG UKG സ്കൂളിൽ കൊണ്ടാക്കാനും അതിൻ്റെ പുറകെ നടക്കാനുള്ളവരല്ല നിങ്ങൾ. ബേബി സിറ്റേഴ്സ് അല്ല. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ എന്തായി, ഇപ്പോൾ ദമ്പതികൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നതുകൊണ്ട് ബേബി സിറ്റേഴ്സായിട്ട് കുറേ കാലം ഉപയോഗിക്കും അച്ഛനമ്മമാരെ. അത് കഴിഞ്ഞ് അവർ വളർന്നു കഴിഞ്ഞാലോ പിന്നെ ആവശ്യമില്ല. അവർ വളർന്ന് സ്വന്തം കാലിൽ തൻ്റേടികളായി കഴിഞ്ഞാലോ പിന്നെ ഈ വയസ്സായ അച്ഛനമ്മയും പുറത്താണ് താനും. പുറം തള്ളപ്പെടും, ബലാത്കാരേണ പുറത്താക്കപ്പെടും. അപ്പോൾ വേദനിക്കുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർഡ് ആണെങ്കിലോ
നമ്മൾ തന്നെ എന്നോ ഇറങ്ങാൻ തയ്യാറാണെങ്കിലോ ആരും നമ്മളെ തള്ളാൻ ഇടകൊടുക്കാതെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളുമ്പോൾ കരയേണ്ടി വരും. അത് വൃദ്ധസദനങ്ങളെ പേര് മാറ്റി വാനപ്രസ്ഥ ആശ്രമങ്ങളായി മാറണം. വാനപ്രസ്ഥാശ്രമങ്ങളായി മാറണം. വാനപ്രസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ വയസ്സായവർ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് വാനപ്രസ്ഥാശ്രമം. വൃദ്ധാശ്രമം എന്ന് പറഞ്ഞാൽ മക്കൾ കൊണ്ടുപോയി നടതള്ളുന്ന സ്ഥലങ്ങളാണ് വൃദ്ധാശ്രമങ്ങൾ. ഇതിലേതാ വേണ്ടത്? വൃദ്ധാശ്രമങ്ങൾ, അഗതി മന്ദിരങ്ങൾ ഗതികെട്ടിട്ട് ചെല്ലുന്നവരാണ്, നിവൃത്തിയില്ലാതെ ചെല്ലുന്നവരാണ്. അതിനെ മാറ്റിയിട്ട്, പേരുകൾ മാറ്റിയിട്ട് അതിലിരിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡും മാറ്റിയാൽ മതി. സംഭവം ഇരുന്നോട്ടെ, പഴയ വൃദ്ധസദനം അതേ കെട്ടിടം തന്നെ, അതേ ആളുകൾ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റിയാൽ മതി. മക്കൾ കൊണ്ടുപോയി തള്ളി അവിടെ ആക്കുന്നതിന് പകരം സ്വയമേവ അവിടേക്ക് പോകാൻ നമ്മൾ പ്രിപ്പയർഡ് ആവണം. അപ്പോൾ അതെന്താവും? വൃദ്ധസദനമല്ല, ആശ്രമങ്ങളായി മാറും. വാനപ്രസ്ഥാശ്രമങ്ങളും സന്യാസാശ്രമങ്ങളും. അതെ, റിട്ടയർമെൻറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വാനപ്രസ്ഥാശ്രമങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വാനപ്രസ്ഥവും സന്യാസവും അത് സ്വയമേവ തിരഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ല. വളണ്ടറിലി അതൊരു വ്യവസ്ഥയാക്കി മാറ്റണം. നമ്മുടെ കുട്ടികളെ നോക്കേണ്ടത് നമുക്ക് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നത് വരെ മാത്രം. മറ്റു ജന്തുക്കളെ കണ്ടു പഠിക്കണം നമ്മൾ. എല്ലാ ജന്തുക്കളും അവരുടെ മക്കളെ സ്വന്തം കാലിൽ നിൽക്കാറാക്കിയാൽ കൊത്തിയാട്ടും, അല്ലേ? ഓടിച്ചു വിടും. പിന്നെ നോക്കില്ല, പിന്നെ ഒരു ബന്ധവുമില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. അതിപ്പോൾ പശുക്കളാണെങ്കിലും പക്ഷികളാണെങ്കിലും ഏത് ജന്തുക്കളാണെങ്കിലും അത് നമ്മൾ മനുഷ്യരും കണ്ടു പഠിക്കേണ്ടതാണ്. അവരെ സ്വന്തം കാലിൽ നിർത്തുക. പിന്നെ ബാക്കി നമ്മൾ സമ്പാദിക്കുന്നത് മുഴുവൻ അവർക്ക് കൊടുക്കാനുള്ളതല്ല. നമ്മുടെ സമ്പാദ്യം മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ സമ്പാദ്യം നമ്മുടെ സന്തോഷത്തിനും സുഖത്തിനും അതുപോലെ നമ്മൾക്ക് സാമൂഹ്യ സേവനത്തിനുമായിട്ട് ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ധനം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇത് വീട്ടിൽ നമ്മളെ നോക്കാനായിട്ട് വേലക്കാരിയെ വെച്ചിട്ടുണ്ടാവും. വേലക്കാരിക്ക് മര്യാദയ്ക്ക് കാശ് കൊടുക്കില്ല, എല്ലാം മക്കൾക്ക് വേണ്ടി കൂട്ടിവെക്കുക. ആ മക്കളോ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. മക്കള് അച്ഛനും അമ്മയും പരിഹസിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും ഒറ്റപ്പെടുത്തിക്കൊണ്ടും അവരുടെ ധനം മാത്രമേ മക്കൾക്ക് വേണ്ടൂ, തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ സ്നേഹത്തോടെ പരിചരിക്കുന്ന വീട്ടിൽ വേലക്കാരി ഉണ്ടാവും. അവൾക്ക് തൃപ്തിയാവുമെന്ന് അവളുടെ കുട്ടികൾ പട്ടിണി കിടക്കുന്നതും അവർക്ക് പഠിക്കാൻ വഴിയില്ലാതിരിക്കുന്നതും കാണില്ല. അവർക്കൊരു സഹായം ചെയ്തു കൊടുത്താൽ അവർ സന്തോഷിച്ച് നമ്മളെ സ്നേഹത്തോടെ നോക്കും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചാൽ മതി, എന്ത് വിഡ്ഢിത്തരമാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി മാറ്റിവെക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ്. ജീവിതം വയസ്സുകാലത്ത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ്. എങ്ങനെ അടിച്ചു പൊളിക്കാൻ? തീർത്ഥാടനങ്ങളും ക്ഷേത്ര ദർശനങ്ങളും ആശ്രമങ്ങളിലൊക്കെ ചെന്ന് താമസിക്കലും, ആശ്രമങ്ങൾക്കൊക്കെ സംഭാവന നല്ലോണം കൊടുത്താൽ അവർ സന്തോഷമായിട്ട് നിങ്ങളെ ശുശ്രൂഷിക്കും. അവിടെയൊക്കെ അതിനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടാവും. എവിടെ പോയാലും വേണ്ടതുപോലെ ചെലവ് ചെയ്യാൻ തയ്യാറായാൽ എല്ലാവർക്കും സ്വീകാര്യരായിരിക്കും. എവിടെ പോയാലും സ്വീകാര്യരായിരിക്കും. എല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അതുപോലെ തീർത്ഥാടനങ്ങൾ ഇഷ്ടംപോലെ നടത്താം. എല്ലാം കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണാം. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ആരോഗ്യത്തോടുകൂടെ യോഗ മുതലായതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് സ്വതന്ത്രരായി രാമായണവും ഭാഗവതവും സഹസ്രനാമങ്ങളും ഒക്കെ വായിച്ചുകൊണ്ട് സുഖമായി കഴിയാം. അപ്പോൾ അതാണ് നമ്മുടെ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ. അപ്പോൾ അത് പ്രകാരം അദ്ദേഹം കണ്ടീഷൻ പറയുകയാണ്. കൂടുതൽ നമുക്ക് വർണ്ണാശ്രമ ധർമ്മം പറയുമ്പോൾ പറയാം, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർഡ് ആവുക. മെൻ്റലി മക്കളിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യുക, ഡിറ്റാച്ച് ചെയ്യുക. അവരായി അവരുടെ പാടായി അവരുടെ കാര്യത്തിൽ വെറുതെ മൂക്ക് കടത്തിക്കൊണ്ട്
അവരുടെ ചവിട്ടും തൊഴിയും ആട്ടും തുപ്പും കേൾക്കാൻ ഇടയുണ്ടാക്കരുത്. ലെറ്റ് ദം ലീവ് ദെയർ ലൈഫ്. അപ്പോൾ ഇവിടെ എന്താ പറയണത്? അതോ ഭജിഷ്യേ സമയേന സാധ്വീം സമയേന ഭജിഷ്യേ. ഈ പതിവ്രതയെ ഞാൻ ഒരു വ്യവസ്ഥയോടുകൂടി സ്വീകരിക്കുന്നു. മേ ആത്മനഃ തേജഃ യാവത് ബിഭ്രിയാത്. എൻ്റെ വീര്യത്തെ ഇവൾ എത്ര കാലം ധരിക്കുമോ. അതഃ അതിനുശേഷം ശുക്ലപ്രോക്താൻ ഭഗവാനാൽ പറയപ്പെട്ടിരിക്കുന്നതും അവിഹിംസ്രാൻ ഹിംസയില്ലാത്തവയും പാരമഹംസമുഖ്യാൻ പരമഹംസന്മാരുടെ ആശ്രമങ്ങളിൽ മുഖ്യങ്ങളായിരിക്കുന്നതുമായിട്ടുള്ള ധർമാൻ ബഹുമന്യേ. ഞാൻ ആ മാർഗങ്ങളെ ബഹുമാനിക്കും, സന്യാസ ജീവിതം തിരഞ്ഞെടുക്കും. യതോ ഭവത് വിശ്വമിദം വിചിത്രം സംസ്ഥാസ്യത്തെ യത്ര ച വാവതിഷ്ഠത്തെ പ്രജാപതീനാം പതിരേഷമഹ്യം പരം പ്രമാണം ഭഗവാനന്ദഃ. എൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. ആ ഈശ്വരനെ ഞാൻ പ്രാപിക്കും എന്ന് പറയണം ഇവിടെ. ഓരോരുത്തരും അവരവരുടെ ജീവിത ലക്ഷ്യം ഇപ്രകാരം നിശ്ചയിക്കണം. വിചിത്രം ഇതം വിശ്വം യതഃ അഭവത്. വിചിത്രമായ നാനാ വൈചിത്ര്യങ്ങളോടുകൂടിയ അത്ഭുതകരമായിട്ടുള്ള ഈ ജഗത്ത്, ഈ ലോകം, ഇതം വിശ്വം യതഃ അഭവത് ഏതൊരുവനിൽ നിന്ന് ഭവിച്ചുവോ, യത്ര സംസ്ഥാസ്യത്തെ ഏതൊരുവനിൽ സ്ഥിതി ചെയ്യുന്നുവോ, യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി ജന്മാദ്യസ്യ യതഃ. വിചിത്രം ഇതം വിശ്വം യതഃ അഭവത് യത്ര സംസ്ഥാസ്യത്തെ യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തദം. അവതിഷ്ഠദേവ ഏതൊന്നിൽ നിലനിൽക്കുന്നു, ഏതൊന്നിലേക്ക് ലയിക്കുകയും ചെയ്യുന്നുവോ. അനന്തഃ ആ അനന്തനായ ഭഗവാൻ പ്രജാപതീനാം പതിഹി എല്ലാ പ്രജാപതികൾക്കും പതിയായിരിക്കുന്ന ആ ഭഗവാൻ ഏഷഃ ഭഗവാൻ. ഈ ഭഗവാൻ മഹ്യം പരം പ്രമാണം എനിക്ക് ശ്രേഷ്ഠമായ പ്രമാണമാകുന്നു. അപ്പൊ ഭഗവാനാണ് ഈ വർണ്ണാശ്രമധർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത്. ആ ഭഗവാനാണ് എനിക്ക് പ്രമാണം, അല്ലാതെ നാട്ടിലെ പൊട്ടന്മാർ പറയുന്ന നിയമങ്ങളൊന്നുമല്ല. ഭഗവാൻ വിധിച്ചതാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ, അത് ഞാൻ അനുസരിക്കും എന്ന് കർദമ പ്രജാപതി പറയുമ്പോൾ മനുവിന് അതിനെ എതിർക്കാൻ പറ്റുമോ? കാരണം മനു തന്നെ ഭഗവാന്റെ നിയമങ്ങളെ വ്യാഖ്യാനിച്ച ആളാണ്. സ്വയംഭുവ മനുവാണ് മനുസ്മൃതിയുടെ കർത്താവ്. ആ മനുസ്മൃതിയിൽ മനു തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇതെഴുതി വെച്ചത് മനുവാണ്. അപ്പോൾ അദ്ദേഹം തന്നെ എഴുതി വെച്ചു, ഒരു സ്ത്രീയെ ബാല്യത്തിൽ കൗമാരത്തിൽ അച്ഛൻ രക്ഷിക്കുന്നു, യൗവനത്തിൽ ഭർത്താവ് രക്ഷിക്കുന്നു, വാർദ്ധക്യത്തിൽ പുത്രൻ രക്ഷിക്കുന്നു. അവൾ സ്വന്തം കാര്യത്തിന് വേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമില്ല. അവളുടെ വരുമാനമാർഗം തിരഞ്ഞവൾ പോകേണ്ട ആവശ്യമില്ല. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ സ്വന്തം നിലനിൽപ്പാണ് അവിടെ. അവിടുത്തെ ഇൻഡിപെൻഡൻസ് എന്നുള്ള അർത്ഥത്തിലല്ല, സ്വന്തം നിലനിൽപ്പ്. ആ സ്വന്തം നിലനിൽപ്പ് അതിനുവേണ്ടി അവൾ അധ്വാനിക്കേണ്ട കാര്യമില്ല. അവളെ പൊന്നുപോലെ നോക്കണം. കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ പൊന്നുപോലെ നോക്കണം പെൺകുട്ടികളെ. യുവതിയായിരിക്കുമ്പോൾ ഭർത്താവ് പൊന്നുപോലെ നോക്കണം. പ്രായമാകുമ്പോൾ മക്കൾ പൊന്നുപോലെ നോക്കണം. അവൾക്ക് അവളുടെ ഉപജീവന മാർഗം അന്വേഷിച്ച് വല്ലവരുടെയും അടിമയായി വല്ലവരുടെയും ആട്ടും തുപ്പും കേട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത് എന്നാണ് അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുള്ളതിന് അവിടെ സ്വാതന്ത്ര്യം എന്നുള്ള ശബ്ദത്തിന് അർത്ഥം സ്വന്തം ഉപജീവന മാർഗം. സ്വന്തം ഉപജീവന മാർഗത്തിനായിക്കൊണ്ട് പെടാപ്പാടുപെടേണ്ട കാര്യമില്ല.
ഇപ്പോൾ കാലം മാറി. പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഒരു സ്ത്രീ തൻ്റെ ഉപജീവനത്തിന് വേണ്ടി എവിടെ പോയാലും ഏത് തരത്തിലാണെങ്കിലും പീഡകൾ അനുഭവിക്കുന്നുണ്ട്. അതൊരു വാസ്തവം. പക്ഷെ ഇന്നത്തെ പുരുഷന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്തത് കൊണ്ടാണ് സ്ത്രീകൾക്ക് തൊഴിലിന് പോകേണ്ടി വരണത്. പുരുഷന്മാരുടെ കൊള്ളരുതായ്മ അങ്ങനെ ആയി മാറി. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ജോലിക്ക് പോകേണ്ട ഗതികേട് വന്നിരിക്കുന്നത്. പുരുഷന്മാർ പൊന്നുപോലെ നോക്കുകയായിരുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. പുരുഷന്മാർ കൊള്ളരുതാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു. അന്നത്തെ പോലെ പൊന്നുപോലെ നോക്കിയിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഈ ഡൈവോഴ്സുകളും അതുപോലെയുള്ളതൊക്കെ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടി വരുന്നു. അതിനൊക്കെ പല കാരണങ്ങളാണ് ഡൈവോഴ്സുകളൊക്കെ വർദ്ധിച്ചു വരാൻ ഒക്കെ ആയിട്ട്. അത് വളർത്തു ദോഷങ്ങളാണ്. അതിൽ പുരുഷനായാലും സ്ത്രീയാണെങ്കിലും രണ്ടിനെയും വളർത്തിയത് ശരിയല്ല. അതുകൊണ്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. പണ്ട് 50-ാം വിവാഹ വാർഷികവും 60-ാം വിവാഹ വാർഷികവും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ 6 മാസത്തിനകം ഡൈവോഴ്സ് ആകുന്ന ആ ഒരു സ്വഭാവത്തിലാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല. അതുപോലെ പുരുഷന്മാരെയും ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. പുരുഷന്മാരുടെ മനസ്സ് സ്ത്രീകളെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും അവരുടെ ആവശ്യങ്ങളൊക്കെ അറിയുകയും അവരുടെ കഴിവുകളെ അംഗീകരിക്കുകയും അവർക്ക് ഏതെങ്കിലും കലാകായിക വിനോദ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നതും ആയിരുന്നു. നമ്മുടെ പൂർവികമായിട്ടുള്ള രാജകുമാരിമാരുടെയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ ജീവിതം എന്തായിരുന്നു? അവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകളുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ വേദികളുണ്ടായിരുന്നു. കായിക സാമർഥ്യമുള്ളവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള വേദികളുണ്ടായിരുന്നു. വിനോദ അവസരങ്ങളുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യമൊക്കെ വേണം. അല്ലാതെ ഹിജാബും ഇട്ടിട്ട് മൂടിക്കെട്ടിക്കൊണ്ട് നടക്കാനുള്ളതല്ല. മറ്റവരെ പോലെ കണ്ണ് മാത്രം പുറത്ത്, ബാക്കി പുറത്തൊന്നും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മൂടിക്കെട്ടിക്കൊണ്ട് നടക്കുന്ന അടിമത്തമല്ല അവിടെ പറയുന്നത്. ഈഗോ ക്ലാഷിന് കാരണം എന്താണ്? അത് ഈ അനാവശ്യമായിട്ടുള്ള അഭിമാനങ്ങൾ തന്നെയാണ്. ഞാനോ മേലെ, നീയോ മേലെ, ഞാനാ അറിവുള്ള ആള്, ഞാനാ ധനം കൂടുതലുള്ള ആള്, ഞാനാ കൂടുതൽ പഠിച്ചത്, ഞാനാണ് സൗന്ദര്യം കൂടിയത്, എൻ്റെ കുടുംബമാണ് കേമം എന്നുള്ള ദുരഭിമാനങ്ങൾ വർദ്ധിച്ചു വരുന്നു. അത് അച്ഛൻ്റെ അമ്മയുടെയും വളർത്തു ദോഷമാണ്. അച്ഛനമ്മമാരുടെ വളർത്തു ദോഷത്തിലാണ് ഈ ഈഗോ വർദ്ധിച്ചു വരുന്ന പിള്ളേർക്ക്. മര്യാദക്കാരായിട്ട് വിനയുള്ളവരായിട്ട് വളർത്തുന്നതിന് പകരം അവരെ ഒരുപാട് കൊഞ്ചിച്ച് അവരെ വഷളാക്കി ഈഗോ വർദ്ധിച്ച് ടോളറൻസ് തീരെ ഇല്ലാത്തവരാക്കി മാറ്റി. നമ്മുടെ ഈഗോ വലുതാകും തോറും ടോളറൻസ് കുറയും. ടോളറൻസ് കൂടുന്തോറും ഈഗോ കുറയും. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളതായിട്ടുള്ളൊരു വിശാലമായിട്ടുള്ള മനസ്സുണ്ടാവുകയാണെങ്കിൽ, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈഗോ കുറയും. അങ്ങനെയാണ് വളർത്തേണ്ടത്. എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് സുഖം. എല്ലാവരെയും വെറുക്കുന്നതും ദ്വേഷിക്കുന്നതും മത്സരിക്കുന്നതും ദുഃഖമാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. അക്കോമഡേഷനാണ് സുഖം. സുഖം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അക്കോമഡേഷൻ എന്നാണ്. നന്നായി അക്കോമഡേറ്റ് ചെയ്യുന്നിടത്താണ് സുഖമുള്ളത്. സുഷ്ടുവായ ഖം. ഖം എന്നാൽ ആകാശമാണ്, അക്കോമഡേഷനാണ്. ദാറ്റ് വിച്ച് അക്കോമഡേറ്റ്സ്, അതാണ് ഖം. ഖമ്മിനോട് സു ചേർത്തപ്പോഴാണ് സുഖം എന്ന വാക്കുണ്ടായത്. സുഷ്ടു ഖം. നന്നായി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ സുഖം. അപ്പോൾ ഈ അക്കോമഡേഷൻ ഫിസിക്കലല്ല, ഇത് ഉള്ളിലാണ്. എല്ലാവരെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു വിശാലമായിട്ടുള്ള ഹൃദയമുണ്ടാകണം, മനസ്സുണ്ടാകണം, അതിനുള്ള സംസ്കാരമുണ്ടാകണം. ആ സംസ്കാരമാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. അതിന് അച്ഛനമ്മമാരാദ്യം അക്കോമഡേറ്റ് ചെയ്യുന്നവരാവണം. അവർക്ക് സ്വന്തം അച്ഛനമ്മമാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ ആട്ടി ഓടിക്കുന്ന അച്ഛനമ്മമാർക്ക് പിന്നെ എങ്ങനെയുള്ള മക്കളുണ്ടാവും?
സ്വന്തം സഹോദരങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാത്തവർക്ക് എങ്ങനെ നല്ല മക്കളുണ്ടാകും? സ്വന്തം ബന്ധുക്കളെ അക്കോമഡേറ്റ് ചെയ്യാത്തവർക്ക് എങ്ങനെ നല്ല ബന്ധുക്കളുണ്ടാകും, നല്ല മക്കളുണ്ടാകും? അപ്പോൾ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു നമ്മുടെ പൂർവികർ. ഒരു വലിയ കുടുംബത്തിൽ 50-60 ആളുകൾ ഒന്നിച്ച് കഴിഞ്ഞിരുന്നു. ബന്ധുക്കളൊക്കെ വന്നാൽ ഒന്നിച്ച് നിരന്ന് കിടന്നിരുന്നു. നമ്മുടെ പായയാണെങ്കിലും കിടക്കയാണെങ്കിലും നമ്മുടെ കസിൻസ് വരുമ്പോൾ നമ്മൾ അവർക്ക് ഓഫർ ചെയ്യുമായിരുന്നു, നമ്മൾ നിലത്ത് കിടക്കുമായിരുന്നു. നമ്മുടെ എല്ലാം നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ കസിൻസിന് നമ്മൾ നൽകിയിട്ട് നമ്മൾ അവർക്കെല്ലാം കഴിഞ്ഞിട്ട് കാത്തിരിക്കും ബാക്കി വല്ലതുണ്ടെങ്കിൽ കഴിക്കാൻ. വീട്ടിൽ ബന്ധുക്കൾ വന്നാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷമേ നമ്മൾ അവസാനമേ കഴിക്കുള്ളൂ. അവർ തൃപ്തിയായതിനു ശേഷം, അവരെ സന്തോഷിപ്പിച്ചതിന് ശേഷം. അപ്പം അങ്ങനെ എല്ലാം നമ്മുടെ കുടുംബത്തിൽ ബന്ധുക്കൾ വരുമ്പോൾ അവരെ വാരിക്കോരി കൊടുത്ത് അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അവർക്ക് സ്നേഹം കൊടുത്ത് അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തിരുന്ന നമ്മുടെ മുത്തശ്ശിമാരെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ നമ്മളിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ സങ്കുചിത മനസ്സായി, സ്വാർത്ഥരായി മാറി. അപ്പം പിന്നെ നമ്മുടെ മക്കൾ എങ്ങനെ ഇരിക്കും? നമ്മളെക്കാൾ കേമന്മാരായി മാറും. അതുകൊണ്ട് ആ പഴമയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് നോക്കുക. നമ്മുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ സ്നേഹിക്കാനും അവരെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനും നമ്മൾ അങ്ങോട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി എപ്പോൾ വേണമെങ്കിൽ പോകാനും. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം അല്ലേ? അല്ലെങ്കിൽ എന്തിനാ വന്നതെന്ന് ചോദിക്കും. സ്വാതന്ത്ര്യമില്ല നമുക്ക്. മറ്റേ നമ്മളൊന്നും അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂൾ അവധിയാവാൻ കാത്തിരിക്കും, ശനി ഞായറും കിട്ടാൻ കാത്തിരിക്കും, ഓണാവധിക്ക്, ക്രിസ്മസ് അവധിക്ക്, എല്ലാ അവധികളും കാത്തിരിക്കും പരസ്പരം ഒത്തുകൂടാനായിക്കൊണ്ട്, കുടുംബങ്ങൾ ഒന്നിച്ചു ചേരാനായിക്കൊണ്ട്. എന്നിട്ട് ഒരുമയുണ്ടെങ്കിൽ ഒലയ്ക്കമേലും കിടക്കാം എന്ന് പറഞ്ഞ് ഒലക്കയിലൊക്കെ കിടന്നിരുന്നു. നമ്മൾ മുറ്റത്തും കിടന്നിരുന്നു. നമ്മളൊക്കെ വേനൽക്കാലത്തൊക്കെ സുഖമായിട്ട് മുറ്റത്ത് കിടക്കാനായിരുന്നു സന്തോഷം അല്ലേ? മനസ്സുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ കിടക്കാം. അപ്പോൾ അതൊക്കെ കളഞ്ഞു കുളിച്ച് അണുകുടുംബങ്ങളായി മാറി സ്വാർത്ഥത വർദ്ധിച്ചു വന്നു. അക്കോമഡേഷൻ കുറഞ്ഞു വന്നു. അതോടുകൂടി ടോളറൻസ് ഇല്ലാതെയായി. ടോളറൻസ് ഇല്ലായ്മ ആണ് ഈഗോയുടെ ഏറ്റവും വലിയ കാരണം. ഈഗോ വർദ്ധിച്ചു വന്നു. അപ്പോൾ തിരിച്ചു പോണോ? അതാണോ നല്ലത്? ഈ പോക്ക് തന്നെയാണോ നല്ലത്? അത് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. അതിന് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യലും സ്നേഹിക്കലുമാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം. എല്ലാവരെയും സ്നേഹിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. അപ്പോൾ ഈ വിചിത്രമായ വിശ്വം ഏതൊരു ഭഗവാനിൽ നിന്ന് ഭവിച്ചുവോ, ഏതൊരു ഭഗവാനിലേക്ക് ചെന്നു ചേരുന്നുവോ, ഏതൊരു ഭഗവാനിൽ നിലനിൽക്കുന്നുവോ, ആ അനന്തനായ പ്രജാപതികളുടെ പ്രതിയായ ഭഗവാൻ മഹ്യം പരം പ്രമാണം. ആ ഭഗവാൻ പറയുന്നതാണ് എനിക്ക് ഏറ്റവും പരമമായിട്ടുള്ള പ്രമാണം. നമ്മൾ മറ്റേ മനുസ്മൃതിയിൽ നിന്നാണ് ഇങ്ങോട്ട് പോയത്. പിതാ രക്ഷതി കൗമാരേ, ഭർത്താ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അവിടുത്തെ സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവൾ അടിമയാണ് എന്നല്ല, അവൾ രാജ്ഞിയാണ്, അവൾ പൂജിക്കപ്പെടേണ്ടവളാണ്. അവളെ ജോലിക്ക് അയച്ചിട്ട് വരുമാനം ഉണ്ടാക്കി കൊണ്ടുവന്ന ഗതികേട് കുടുംബങ്ങളിൽ ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. അവൾ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് പീഡനകൾ സഹിച്ച് നോട്ടം കൊണ്ടും കമൻറ്റുകൾ കൊണ്ടും പീഡിതയായി വ്രണിതയായി സ്വന്തം
മക്കളെ, പ്രസവിച്ച മക്കളെ നോക്കാൻ പോലും സമയമില്ലാതെ പലവരുടെയും അടിമയെപ്പോലെ ജോലിയെടുത്ത് കുട്ടികൾ പാലിനു വേണ്ടി കരയുമ്പോൾ അമ്മമാരെവിടെയെങ്കിലും ആരുടെയെങ്കിലും അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഭൂഷണമാണോ? അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് ജോലിക്ക് പോകേണ്ടത് ആവശ്യമായി വന്നു? പുരുഷന്മാരുടെയും കൊള്ളരുതായ്മ കൊണ്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം നമുക്ക് ഈ കർദമ പ്രജാപതിയുടെ വാക്കുകൾ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന എല്ലാവരുടെയും അറിവിലേക്കായിക്കൊണ്ട് സമർപ്പിക്കപ്പെടുന്നു. വിവാഹം കഴിച്ചവരുടെയും അറിവിലേക്ക് സമർപ്പിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വിവാഹത്തിന് മുമ്പ് പ്രിപ്പയർഡ് ആവേണ്ടത്, മാനസികമായിട്ട് പ്രിപ്പയർഡ് ആവേണ്ടത്. ബാക്കി നമുക്ക് നാളെ തുടരാം. എന്തായാലും 12:30 വരെ എന്ന് പറഞ്ഞിട്ട് 12:45 വരെയും ആയി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ, സാരമില്ല. നാളെ തുടരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നാളെ തൊണ്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ തുടരുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്യാം, നോട്ടിഫിക്കേഷൻ തരാം. ഹരി ഓം. ഹരി ഓം. ഒന്നും ഇല്ലാതിരിക്കട്ടെ. ഭഗവാൻ കൂടെയുണ്ട്. ഹരി ഓം.